നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി മിഡിസ്റ്റ് അവർ ആരംഭിക്കുകയാണ്. എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്ന് UAE പിൻവാങ്ങി. മെയ് 1 മുതൽ ഒപെക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും വിട്ടുനിൽക്കാനാണ് തീരുമാനം. ഹോർമുസ് പ്രതിസന്ധിയുടെ കൂടി പശ്ചാത്തലത്തിൽ കൂടുതൽ സ്വതന്ത്രമായ ഉൽപാദനം ലക്ഷ്യമിട്ടാണ് കൂട്ടായ്മയിൽ നിന്ന് പിൻവാങ്ങുന്നതെന്ന് UAE വ്യക്തമാക്കി. വിയന്നയിൽ നിർണായകമായ ഒപെക് യോഗം നടക്കാനിരിക്കെയാണ് എണ്ണ മേഖലയെ ഞെട്ടിച്ചുകൊണ്ടുള്ള UAEയുടെ പിന്മാറ്റം. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ്, ഇറാൻ US ചർച്ചയിൽ കാര്യമായ പുരോഗതി ഒന്നുമില്ല. ഒരുപക്ഷെ യുദ്ധം നീളാനുള്ള സാധ്യത തന്നെയാണ് അത് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണോ ഇപ്പോൾ UAEയുടെ ഇങ്ങനെയൊരു പിന്മാറ്റം? അലിഷ, എണ്ണ മേഖലയിൽ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമാണ് UAE ഇന്ന് പ്രഖ്യാപിച്ചത്. കാരണം വളരെ ദീർഘകാലമായി ഒപെക്കിലെ അംഗമായിരുന്നു UAE. 1960 ഒപെക് രൂപീകരിക്കുന്നത്. അതിൽ 1967 മുതൽ അബുദാബി എമിറേറ്റ് എന്നുള്ള നിലയിൽ UAE അംഗമാണ്. പിന്നെ 1971 UAE രൂപീകരിക്കുന്നതും പിന്നീട് അതിലെ വളരെ ശക്തമായ അംഗമായി UAE നിലകൊള്ളുകയായിരുന്നു. ഇപ്പോൾ ഹോർമുസിൽ പ്രതിസന്ധിയുണ്ട്. അതേപോലെ തന്നെ അറേബ്യൻ ഗൾഫിലും എണ്ണ വിതരണത്തിന് പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വതന്ത്രമായ ഒരു എണ്ണ ഉൽപാദനവും എണ്ണ വിതരണവും ആവശ്യമാണ് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് UAE ഇപ്പോൾ ഒപെക് അംഗത്വം പിൻവലിക്കുന്നത്. അതേപോലെ തന്നെ ഒപെക് പ്ലസിൽ നിന്നും UAE പിന്മാറുകയാണ്. മെയ് 1 മുതൽ ഈ രണ്ട് കൂട്ടായ്മയുടെയും അംഗമായിരിക്കില്ല UAE എന്നുള്ളതാണ്. ഇത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്നുള്ള നിലയിൽ എടുത്ത തീരുമാനമായിട്ടാണ് UAE മന്ത്രിമാരൊക്കെ ഇതിനോട് പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ച് എണ്ണയുടെ അധികാരം ആർക്ക് എന്നുള്ള ഒരു ചോദ്യം ഇനി അടുത്ത ദിവസങ്ങളിൽ എന്തായാലും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം സൗദി, കുവൈത്ത്, ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ഒപെക് കൂട്ടായ്മ. ഇപ്പോൾ ഇറാനുമായി പ്രതിസന്ധി അല്ലെങ്കിൽ അതേപോലെ സംഘർഷവും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ ഉൾപ്പെടുന്ന ഒപെക്കിൽ തുടരുന്നതിൻ്റെ ഒരു സാങ്കത്യവും UAE ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് വേണം ഈ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിലപാടുകൾ UAE വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അലീഷ, കഴിഞ്ഞ ദിവസങ്ങളിലെ UAE പ്രസിഡന്റിൻ്റെ ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷിൻ്റെ പ്രസ്താവന പുറത്തു വന്നിരുന്നു. അതിൽ അദ്ദേഹം വളരെ നിശ്ചിതമായി, വളരെ ശക്തമായ ഭാഷയിൽ GCCയെയും അതേപോലെ തന്നെ അറബ് ലീഗിനെയും വിമർശിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ സംഘർഷ കാലഘട്ടത്തിൽ UAEക്കൊപ്പം നിൽക്കാൻ അറബ് ലീഗും തയ്യാറായില്ല. അത് പ്രതീക്ഷിച്ചതായിരുന്നു. അതേസമയം ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി അത്തരം നിലപാടുണ്ടായി. അത് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നൊരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം അൻവർ ഗർഗാഷ് നടത്തിയത്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം കൂടി ആണ് ഇന്ന് ഇപ്പോൾ ഒപെക്കിൽ നിന്ന് പിൻവാങ്ങിയതായിട്ടുള്ള പ്രഖ്യാപനം. നേരത്തെ 2 വർഷം മുമ്പ് അങ്കോള ഈ ഒപെക്കിൽ നിന്ന് പിന്മാറിയിരുന്നു. അതേപോലെ തന്നെ 2019 ഖത്തറും ഈ കൂട്ടായ്മയിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. അന്ന് ഖത്തർ ചൂണ്ടിക്കാട്ടിയത് അവർ പെട്രോൾ ഉൽപ്പാദനത്തിന് ഉപരി LNG ഉൽപ്പാദനത്തിന് ആണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കൂട്ടായ്മയിൽ തുടരേണ്ടതില്ല എന്നുള്ളൊരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് അന്ന് ഖത്തർ പിൻവാങ്ങിയത്. ഇപ്പോഴിത് അങ്കോളയ്ക്കും ഖത്തറിനും പിന്നാലെ UAEയും ഒപെക്കിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഇപ്പോൾ അതിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 11ആയി ചുരുങ്ങുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എണ്ണയുടെയും എണ്ണ വിലയുടെയും ഒക്കെ അധികാരം ഇനി ആർക്കാണ് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്ന ചോദ്യമാണ് ഇനി ഈ മേഖലയിൽ ഉണ്ടാവുക. ഇതുവരെ 80%, അതായത് ലോകത്തെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 80% കൈയാളിയിരുന്ന രാജ്യങ്ങളാണ് ഒപെക് അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വലിയ ഒരു ഉൽപ്പാദക രാജ്യമായ UAE പിന്മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി എണ്ണവിലയും അതേപോലെ തന്നെ ഉൽപ്പാദനത്തിൻ്റെ തോതും മറ്റും തീരുമാനിക്കുന്ന കാര്യത്തിൽ ഒപെക് എത്രമാത്രം നിർണായകമാണ് എന്നുള്ളൊരു ചോദ്യം കൂടി UAEയുടെ പിന്മാറ്റം ആഗോളതലത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അലീഷ, ഷിനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഖത്തറും അങ്കോളയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനു മുമ്പ് ഒപെക്കിൽ നിന്ന് പുറകോട്ടേക്ക് പോയിരുന്നു. പക്ഷെ നിലവിലത്തെ സാഹചര്യം അങ്ങനെയല്ല. ആഗോളതലത്തിൽ എണ്ണ വില കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് $112 ഇപ്പോഴത്തെ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില എന്ന് പറയുന്നത്. നിലവിലത്തെ സാഹചര്യം പരിഗണിച്ച് നോക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഒപെക്കിലെ രാജ്യങ്ങളും
അതുപോലെ തന്നെ GCC രാജ്യങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഒരുപക്ഷെ UAE അനുനയിപ്പിക്കാനുള്ള നീക്കം ഏതെങ്കിലും തരത്തിൽ പുരോഗമിക്കുന്നുണ്ടോ? ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ UAE ചില സുപ്രധാന ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണല്ലോ ഈ ഇറങ്ങിപ്പോക്ക് നടത്തിയിരിക്കുന്നത്. അതായത് ഒപ്പം നിൽക്കേണ്ട സമയത്ത് ഒരുമിച്ച് നിന്നില്ല എന്നൊരു ആരോപണം UAE നടത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൂടി ഈ ഒപ്പക്കിലെ മറ്റു രാജ്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതല്ലേ? തീർച്ചയായും അത്തരമൊരു ആരോപണം UAE ഉന്നയിക്കുന്നുണ്ട്. നിർണായക സമയത്ത് കൂടെ നിന്നില്ല എന്നുള്ളൊരു പരാതി അല്ലെങ്കിൽ ആരോപണം UAE ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വതന്ത്രമായ നിലപാടുകളിലേക്ക് UAE പോകുന്നു, അല്ലെങ്കിൽ സ്വതന്ത്രമായ എണ്ണ വ്യാപാരത്തിലേക്ക് UAE നീങ്ങുന്നു എന്ന് വേണം ഈ നീക്കത്തെ മനസ്സിലാക്കാൻ. കാരണം അങ്ങനെ തന്നെയാണ് UAE ഔദ്യോഗിക വാർത്താ ഏജൻസികളും ഇക്കാര്യത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കൂടുതൽ സ്വതന്ത്രമായി രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് UAE ഒപ്പക്കിൽ നിന്ന് പിൻവാങ്ങുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ സ്വതന്ത്രമായ ഒരു എണ്ണ ഉൽപാദനവും എണ്ണ വിതരണവുമാണ് ലോകത്തിന് ആവശ്യം എന്നുള്ളത് കൊണ്ട് ഒപ്പക്കിൽ നിന്ന് പിന്മാറി കൂടുതൽ സ്വതന്ത്രമായി കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാനും അത് രാജ്യത്തിൽ വിതരണം ചെയ്യാനും ലോകത്തെമ്പാടും വിതരണം ചെയ്യാനും തീരുമാനമെടുക്കാനുള്ള ഒരു സ്വതന്ത്രമായ നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ പിന്മാറ്റം എന്നാണ് UAE വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഇത് ഒപ്പക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുമോ എന്ന് കാത്തിരുന്നു. കാരണം അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ വിയന്നയിൽ ഒപ്പക്കിൻ്റെ നിർണായകമായ ഒരു മീറ്റിംഗ് നടക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ജിദ്ദയിൽ GCC രാജ്യങ്ങളുടെ നിർണായകമായ സമ്മേളനം നടക്കുന്നുണ്ട്. അതിലെല്ലാം ഇത് വലിയൊരു ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്തായാലും അനുനയിപ്പിക്കാനും UAE കൂടെ നിർത്താനും ഒരു ശ്രമം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അനീഷ, അതാണ് ശരി. ഷിനോജ് സംസദിന് ഏതായാലും ഒപ്പക്കിൽ നിന്ന് UAE വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നിലവിൽ. ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ GCC രാജ്യങ്ങൾ ജിദ്ദയിൽ അസാധാരണ യോഗം ചേർന്നു. ഒപ്പക്കിൽ നിന്ന് UAE പുറത്തുപോയ പശ്ചാത്തലത്തിലാണ് ജിദ്ദയിൽ യോഗം. മേഖലയിലെ പ്രതിസന്ധിയിൽ ഒന്നിച്ചു നിൽക്കാൻ GCC രാജ്യങ്ങൾ തീരുമാനിച്ചു. ഇറാൻ യുദ്ധം വിപണിയിലുണ്ടാക്കിയ ആഘാതവും പ്രശ്നപരിഹാരത്തിനുള്ള ഗൾഫിന്റെ ശ്രമങ്ങളും ചർച്ചകൾ തുടരാനും യോഗത്തിൽ ധാരണയിലെത്തി. വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്തപ്പോൾ UAEയിൽ നിന്നും വിദേശകാര്യമന്ത്രിയാണ് യോഗത്തിന് എത്തിയത്. അഫ്താബുണ്ട് വിവരങ്ങൾ നൽകാനായി. അഫ്താബ്, ഈ യോഗത്തിൽ എന്തൊക്കെയാണ് ചർച്ചയാകുന്നത്? പ്രധാനമായും ഈ UAEയുടെ ഇറങ്ങിപ്പോക്ക് തന്നെയാണോ ചർച്ചയാകുന്നത്? ഇറാൻ യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായിട്ടാണ് GCC രാജ്യങ്ങളുടെ തലവന്മാർ ഒന്നിച്ചിരിക്കുന്നത്. നേരത്തെ സൗദിയിലേക്ക് ഖത്തർ അമീർ ഉൾപ്പെടെയുള്ളവർ സ്വകാര്യ സന്ദർശനത്തിനായി എത്തിയിരുന്നെങ്കിലും അദ്ദേഹം സൗദി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഉൾപ്പെടെ നടത്തിയിരുന്നെങ്കിലും ഇതാദ്യമായിട്ടാണ് GCC രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഈ യുദ്ധത്തിന് ശേഷം ഒന്നിച്ചിരിക്കുന്നത്. നേരത്തെ സൗദിയിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗമുണ്ടായിരുന്നു. അതിനു മുമ്പേ സെക്രട്ടറി തല യോഗങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ തരത്തിൽ രാഷ്ട്ര തലവന്മാരുടെ യോഗം ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കൊരു പ്രാധാന്യം ഈ യോഗത്തിനുണ്ട്. പ്രത്യേകിച്ച് യുദ്ധം ഈ മേഖലയിൽ ഒന്നടങ്കം ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രത്യാഘാതം, ഒപ്പം തന്നെ അത് വാണിജ്യ വ്യാപാര മേഖലയിൽ സൃഷ്ടിച്ചുള്ള ആഘാതം, ഇതെല്ലാം തന്നെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കുന്നതിനാണ് ഇപ്പോഴുള്ള മുൻഗണന. അതോടൊപ്പം ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് ഇനി സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിലും ഓരോ രാജ്യങ്ങളും അവരുടെ നിലപാട് ആവർത്തിക്കും. ഇതിൽ യോഗത്തിന് മുന്നോടിയായി തന്നെ ഖത്തർ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സംഘർഷം കൂടുതൽ വ്യാപിക്കാതെ വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോർമൂസ് ഒരു സമ്മർദ്ദ തന്ത്രമായി, ഒരു ടൂളായി ഉപയോഗപ്പെടുത്തരുത് എന്നുള്ളൊരു കാര്യവും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് യോഗം ചേരുന്നതെന്നുള്ളൊരു കൗതുകം കൂടി യോഗത്തിനുണ്ട്. അതോടൊപ്പം ഇന്നലെ UAEയുടെ മുതിർന്ന ഉപദേശകർ, ഭരണകൂടത്തോടുള്ള മുതിർന്ന ഉപദേശകർ GCC രാജ്യങ്ങൾ യുദ്ധസമയത്ത്, അതായത് GCC കൗൺസിൽ ഒന്നടങ്കം വേണ്ട വിധം റിയാക്ട് ചെയ്തു എന്നൊരു സംശയം ഉന്നയിച്ചൊരു പശ്ചാത്തലം കൂടി ഈ യോഗത്തിന് നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഒപ്പക്കിൽ നിന്നും, അതായത് എണ്ണ ഉൽപാദക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കിൽ നിന്നും UAE ഇന്ന് പുറത്തു പോയിട്ടുണ്ട്. അവർ പിൻവാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലെല്ലാമാണ് ഈ യോഗം ചേരുന്നതെന്നുള്ളൊരു കൗതുകം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നവരുടെ
പ്രാധാന്യം കൂടി നോക്കുമ്പോൾ അതിൽ മറ്റൊരു രാഷ്ട്രീയമായ കൗതുകമുണ്ട്. പ്രത്യേകിച്ച് സൗദിയിൽ നിന്നും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ക്ഷണപ്രകാരമാണ് ഈ യോഗം ചേരുന്നത്. അതിൽ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഖത്തറിന്റെ അമീർ നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കുന്നു, ബഹ്റൈന്റെ രാജാവ് നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കുന്നു, കുവൈത്തിന്റെ കിരീടാവകാശി യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ UAE പക്ഷത്തു നിന്നും വിദേശകാര്യ മന്ത്രിയാണ് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നത്. രാഷ്ട്രത്തിന്റെ തലവന്മാർ ആരെങ്കിലും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നില്ല. പകരം വിദേശകാര്യ മന്ത്രിയെയാണ് അവർ പറഞ്ഞയച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സ്വീകരിച്ചത് സൗദിയുടെ വിദേശകാര്യ മന്ത്രിയാണ്. ആ നിലക്കുള്ള ഒരു പ്രാതിനിധ്യത്തിലെ ഒരു വ്യത്യാസം കൂടി ഈ യോഗത്തിൽ ഒരു കൗതുകമായി നിലനിൽക്കുന്നുണ്ട്. അതിന് നേരത്തെ പറഞ്ഞ ഈ തരത്തിലുള്ള കാരണങ്ങൾ കൂടി ഒരു പശ്ചാത്തലമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ യുദ്ധം അല്ലെങ്കിൽ ഈ സംഘർഷം പെട്ടെന്ന് അവസാനിക്കൽ അവർക്ക് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് ഈ പ്രശ്നം ഗൾഫ് മേഖലയുടെ സാമ്പത്തിക സാമൂഹിക മേഖലയിലെല്ലാം തന്നെ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഈ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകണമെന്നുള്ളതാണ് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെയും ഹോർമോസ് ഉൾപ്പെടെയുള്ള മേഖലകൾ യുദ്ധത്തിന് മുൻപേ എങ്ങനെയായിരുന്നോ ആ തരത്തിൽ തുറക്കാതെ ഈ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഗൾഫ് രാജ്യങ്ങൾ കൃത്യമായും അമേരിക്ക ഉൾപ്പെടെയുള്ള അവരുടെ സഖ്യത്തിനോട് കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. കാരണം ഹോർമോസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉപരോധം ഉൾപ്പെടെ ഗൾഫ് മേഖലയിൽ വലിയ തോതിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ സൗദി അറേബ്യക്ക് ബദൽ മാർഗങ്ങൾ ചെങ്കടൽ വഴി ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. പക്ഷേ മറ്റു രാജ്യങ്ങളുടെ സ്ഥിതി അതല്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഇത് സൃഷ്ടിച്ച ആഘാതം ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തമാണ്. ചില GCC രാജ്യങ്ങളിൽ വലിയ തോതിൽ ആക്രമണം കൃത്യമായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ നിലപാടുകൾ ശക്തമായി തന്നെ ഈ യോഗത്തിൽ ഉന്നയിക്കും. ഈ യോഗത്തിന് ശേഷം പ്രത്യേകിച്ച് വിവിധ രാജ്യങ്ങളുടെ തലവന്മാരുമായി പ്രത്യേക കൂടിക്കാഴ്ചകളും സമാന്തരമായി തന്നെ നടക്കുകയും ചെയ്യും. ഈ തരത്തിൽ യുദ്ധം തുടങ്ങിയ ശേഷം GCC രാജ്യങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒന്നിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സാമ്പത്തികമായിട്ടുണ്ടായ ഈ പ്രത്യാഘാതങ്ങൾ എങ്ങനെ നേരിടണം എന്നതും ഇനി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോക്കിൽ ഏതെല്ലാം തരത്തിൽ തീരുമാനമെടുക്കുമ്പോഴും പരസ്പരം ചർച്ച ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം കൂടി ഈ യോഗം അടിവരയിടുന്നുണ്ട്. ആ നിലക്കെല്ലാം രാഷ്ട്രീയമായ പ്രാധാന്യം ഇതുണ്ട്. ഒപ്പക്കിൽ നിന്നും UAE പിൻവാങ്ങിയ ഒരു പശ്ചാത്തലം ഇതിനുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലുള്ള പ്രാതിനിധ്യങ്ങളും ആ നിലക്കെല്ലാം വരും ദിനങ്ങളിൽ ചർച്ചയാക്കാനും ഇടയുള്ളതാണ്. ഈ തരത്തിൽ ഇറാൻ യുദ്ധം, ഈ സംഘർഷം മേഖലയിൽ ഉണ്ടാക്കിയ ആഘാതം ലഘൂകരിക്കാൻ ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ യോഗത്തിൽ എന്ത് നിലപാടായിരിക്കും അവർ പരസ്യമായി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായിരുന്നാലും ഇതിൽ ആഭ്യന്തരമായിട്ടുണ്ടാകുന്ന വലിയ തോതിലുള്ള വിമർശനങ്ങൾ പരസ്യമായി സാധാരണ പ്രസ്താവനകളായി പുറത്തു വരാറില്ല. പക്ഷേ ഈ യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ പ്രസ്താവനയായി തന്നെ പുറത്ത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. ഏതായാലും ഒറ്റക്കെട്ടായി പ്രതിസന്ധി നേരിടാൻ തന്നെയാണ് GCC രാജ്യങ്ങളുടെ തീരുമാനം. വിവരങ്ങൾ നൽകിയത് അഫ്താബ് റഹ്മാനാണ്. മറ്റു റിപ്പോർട്ടുകളിലേക്കാണ്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര നീക്കം സജീവമാക്കി ഒമാൻ. വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദി വിവിധ രാജ്യങ്ങളിലെ ഉന്നത നേതാക്കളുമായും വിദേശകാര്യ മന്ത്രിമാരുമായും ഫോണിൽ സംസാരിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളിലെ പുരോഗതിയും നിലവിലെ പ്രാദേശിക വിഷയങ്ങളുമാണ് ചർച്ചയായത്. മേഖലയിലെ സംഘർഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി ഒമാൻ നടത്തുന്ന മധ്യസ്ഥ ഭാഗമായാണ് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഫോണിൽ സംഭാഷണം നടത്തിയത്. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ്, ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി, ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ലത്തി എന്നിവരുമായി സയ്യിദ് ബദർ അൽ ബുസൈദി ചർച്ച നടത്തി. കൂടാതെ കാനഡ, നെതർലാൻഡ്, ഉക്രൈൻ വിദേശകാര്യമന്ത്രിമാരുമായും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയുമായും സയ്യിദ് ബദർ ആശയവിനിമയം നടത്തി. മേഖലയിലെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള നിയന്ത്രണ നീക്കങ്ങൾ മന്ത്രിമാർ വിലയിരുത്തി. US ഇറാൻ ചർച്ചകളിൽ സുപ്രധാന തീരുമാനം രൂപപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും സമുദ്രഗതാഗതം സുഗമമായി നടക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ചർച്ചയിൽ ഉയർന്നുവന്നു. സമാധാനം നിലനിർത്തുന്നതിനും സംഘർഷം ഇല്ലാതാക്കുന്നതിനും തുടർച്ചയായ നിയന്ത്രണ ശ്രമങ്ങളും സംഭാഷണങ്ങളും അനിവാര്യമാണെന്നും മന്ത്രിമാർ നിലപാട് വ്യക്തമാക്കി. മീഡിയ 1 മസ്കത്ത്. ഇറാൻ തകർച്ചയിലാണെന്നും എത്രയും പെട്ടെന്ന് ഹോർമുസ് തുറന്നു കിട്ടണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടതായും ട്രംപിന്റെ അവകാശവാദം. ഇറാൻ സമർപ്പിച്ച പുതിയ നിർദ്ദേശത്തിൽ US പ്രസിഡന്റ് ട്രംപിന് അതൃപ്തിയെന്ന മാധ്യമ റിപ്പോർട്ടുകൾക്കിടെയാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ട്രംപിന്റെ പ്രതികരണം. ഇറാന്റെ കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് കൂടിയാലോചനകൾ തുടരുകയാണ്. തങ്ങൾ ഇപ്പോഴും യുദ്ധത്തിൽ തന്നെയാണെന്നും ഹോർമുസ് കടലിടുക്കിൽ സേനാ നിയന്ത്രണം
ശക്തമാണെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് എത്രയും വേഗം തുറക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. 3 ആഴ്ചകൾക്കിടെ ഇതാദ്യമായി എണ്ണവില ആഗോള വിപണിയിൽ ബാരലിന് $110 കടന്നു. MCA നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും അത് അമേരിക്കയ്ക്ക് സ്വീകാര്യമായിട്ടില്ല. അതിനെതിരെയുള്ള നിലപാട് തന്നെയാണ് ട്രംപ് സ്വീകരിക്കുന്നത്. ഈ ചർച്ചകൾ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ ചർച്ച നടക്കാൻ? അനീഷ, തിരക്കിട്ട കൂടിയാലോചനകൾ ഇപ്പോഴും വൈറ്റ് ഹൗസ് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പെന്റഗൺ ഉദ്യോഗസ്ഥരും മറ്റും ആ ചർച്ചകളിൽ പങ്കെടുക്കുന്നതായിട്ടാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു തീർപ്പിലേക്കോ ഒരു പ്രതികരണത്തിലേക്കോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇനിയും തയ്യാറായിട്ടില്ല. കാരണം ഇന്നലെയോടുകൂടിയാണ് ഈ പുതിയ നിർദ്ദേശം ഇറാൻ പാകിസ്ഥാൻ മുഖേന മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപ്രകാരം പ്രധാനമായിട്ടും പറയുന്നത് ഹോർമസ് കടലിടുക്ക് എത്രയും പെട്ടെന്ന് തുറന്നു കിട്ടുക എന്നതാണ്. നാവിക ഉപരോധം പിൻവലിച്ചുകൊണ്ട് ആ കപ്പൽപാത തുറന്നു കിട്ടിയാൽ ലോക രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കും എന്ന ഒരു നിർദ്ദേശമാണ് ഈ ഒരു വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആണവ വിഷയം പിന്നീട് ചർച്ച ചെയ്യാമെന്നാണ് ഈ കരാർ നിർദ്ദേശത്തിൽ ഇറാൻ വ്യക്തമാക്കുന്നത്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല എന്ന ഒരു നിലപാടാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രകടിപ്പിച്ചത്. പക്ഷേ ഔദ്യോഗികമായിട്ട് ട്രംപിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി ആകെ വളരെ ചുരുങ്ങിയ ഓപ്ഷൻ മാത്രമേ ട്രംപിന് മുമ്പാകെ ഉള്ളൂ. ഒന്നുകിൽ ഈ ഒരു നിലവിലുള്ള ഈ നാവിക ഉപരോധം തുടരുകയും കൂടുതൽ കടുത്ത ഉപരോധങ്ങൾ ഇറാനെതിരെ ഏർപ്പെടുത്തുകയും ചെയ്യുക. പക്ഷെ അതുകൊണ്ട് മാത്രം പര്യാപ്തമായില്ല എന്നൊരു വിലയിരുത്തൽ കൂടി പെന്റഗൺ ഉദ്യോഗസ്ഥർ നടത്തുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതല്ല എങ്കിൽ യുദ്ധം പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും. അതിനാകട്ടെ അമേരിക്കൻ പ്രസിഡന്റോ അമേരിക്കൻ ഭരണകൂടമോ ഈ ഘട്ടത്തിൽ തയ്യാറല്ല എന്നതാണ് ലഭ്യമാവുന്ന സൂചനകൾ. കാരണം അനിശ്ചിതകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കരയുദ്ധത്തിനോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള നീക്കങ്ങൾക്കോ ഉള്ള സൈനിക സംവിധാനങ്ങൾ പോലും അമേരിക്കയുടെ ഭാഗത്തില്ല എന്നൊരു വിലയിരുത്തലാണ് പെന്റഗൺ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രതിസന്ധി തീർക്കുക എന്നതായിരുന്നു ഈ ആക്രമണത്തിലൂടെ തുടക്കം മുതൽ തന്നെ അമേരിക്ക ലക്ഷ്യം വെച്ചത്. പക്ഷേ ഈ അനിശ്ചിതമായിട്ട് ഈ യുദ്ധ സാഹചര്യം തുടരുന്നത് അമേരിക്കയെ ആഭ്യന്തരമായിട്ടും അതോടൊപ്പം തന്നെ സൗഹൃദ രാജ്യങ്ങളെയും വലിയ തോതിൽ തന്നെ പ്രയാസപ്പെടുത്തുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂടിയാലോചനകൾ തുടരാനുള്ള ഒരു തീരുമാനം ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തായിരിക്കും അടുത്ത ഔദ്യോഗികമായിട്ടുള്ള ട്രംപിന്റെ ഒരു പ്രഖ്യാപനം എന്നാണ് തങ്ങൾ ഉറ്റുനോക്കുന്നതെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ സംഘർഷം ഹോർമുസ് കടലിടുക്കിലും കൂടുതൽ ശക്തമായി തന്നെ തുടരുകയാണ്. ഏതാണ്ട് 39ഓളം കപ്പലുകൾ തങ്ങൾ തിരിച്ചയച്ചു എന്നാണ് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത്. ഇന്നും 2 കപ്പലുകൾ ഇറാനുമായി ബന്ധപ്പെട്ടത് തിരിച്ചയച്ചു എന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ 6ഓളം കപ്പലുകൾ ഇന്നും ഹോർമുസ് കടന്നുപോയിട്ടുണ്ട്. അത് തങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടത്തിലാണെന്ന് ഇറാൻ സേനയും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും തങ്ങളുടെ സർവാധിപത്യം തന്നെയാണ് ഹോർമുസിൽ നിലനിൽക്കുന്നത്. അതിന് ഒരു നിലക്കും മാറ്റം വരുത്താൻ ഒരു ശക്തിയെയും അനുവദിക്കുകയില്ല എന്നുകൂടിയാണ് IRGCയുടെ മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെയാണ് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. $111 ബാരലിന് അസംസ്കൃത എണ്ണയുടെ വില ഉയർന്നിരിക്കുകയാണ്. ഇത് ഇറക്കുമതി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീക്കും. ഹോർമുസ് കടലിടുക്ക് എത്രയും പെട്ടെന്ന് തുറന്നു കിട്ടണമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഇന്നലെ രാത്രി വ്യക്തമാക്കിയിരുന്നു. അതുമാത്രമല്ല UN-ൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നുവെങ്കിൽ പോലും അതിന്റെ വോട്ടെടുപ്പ് പോലും ഉപേക്ഷിക്കുകയായിരുന്നു. കാരണം ചൈനയും റഷ്യയും ഇറാന്റെ കൂടെ നിൽക്കുമെന്ന ഉറപ്പായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത്തരം ചർച്ചകൾ കൊണ്ടോ വോട്ടെടുപ്പ് കൊണ്ടോ കാര്യമില്ല എന്ന തിരിച്ചറിവിലേക്കാണ് UN നേതൃത്വവും US നേതൃത്വവും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അനീഷ, നാസർ, ഒരു കാര്യം കൂടി, ഈ പറഞ്ഞതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ അമേരിക്കയ്ക്കിടയിൽ തന്നെ സമ്മർദ്ദമുണ്ട്. ട്രംപിന് മേൽ അങ്ങനെ ഒരു സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളും ആ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു ആവശ്യം മാത്രമാണ്, അതായത് ഈ ഉപരോധം പിൻവലിക്കണം. മറ്റൊരു ആവശ്യങ്ങളും പ്രധാനമായും ഇറാന്റെ ഭാഗത്തു നിന്നല്ല. പക്ഷെ ഒരുപക്ഷെ ഈ ഒരു നിർദ്ദേശം അംഗീകരിക്കാൻ ട്രംപ് തയ്യാറാകാതിരിക്കുന്നത് അത് ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് മാത്രം വഴങ്ങിയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അന്വേഷണത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്നത് ആണവ വിഷയത്തിൽ ഇറാൻ പരമാവധി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്നതാണ്. ആ പരമാവധി വിട്ടുവീഴ്ച എന്നത് പൂർണ്ണമായിട്ടും ആണവ പദ്ധതി ഇറാൻ ഉപേക്ഷിക്കണം എന്നത് തന്നെയാണ് അതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കുക, അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച 450 കിലോഗ്രാം തൂക്കം വരുന്ന യുറേനിയം തങ്ങൾക്ക് കൈമാറുക എന്നതുൾപ്പെടെ ഒരു സ്വതന്ത്ര രാജ്യത്തിന് നിരക്കാത്ത രീതിയിലുള്ള അവർക്ക് ഒരിക്കലും
ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള അധീശത്വം കലർന്ന ഒരു ഉപാധിയാണ് ഇപ്പോൾ അമേരിക്ക പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് ആവട്ടെ, US സ്റ്റേറ്റ് സെക്രട്ടറി ആവട്ടെ, പെന്റഗൺ നേതൃത്വമാവട്ടെ, ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് ആണവ ആയുധം ഒരു നിലക്കും ഇറാൻ സ്വന്തമാക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് ഏതൊരു കരാറും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നാണ്. അതോടൊപ്പം തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദവും ട്രംപ് ഭരണകൂടം നേരിടുന്നുണ്ട്. കാരണം നേരത്തെ കൂടുതൽ ദിവസങ്ങളൊക്കെ യുദ്ധം നീണ്ടുനിന്നു എങ്കിൽ പോലും ഇപ്പോൾ പോലും ഇറാന്റെ പക്കൽ വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈൽ ശേഖരമുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ ആണവ പദ്ധതിയിൽ നിന്ന് ഇനിയും ഇറാനെ പിന്തിരിപ്പിച്ചിട്ടില്ല എങ്കിൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യും എന്ന അർത്ഥത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളും മറ്റുമാണ് ഇസ്രായേൽ നേതൃത്വം അമേരിക്കൻ ഭരണകൂടത്തിന് കൈമാറുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ വലിയ ഒരു താല്പര്യമാണ് ഈ മേഖലയിൽ നിന്ന് ഇറാനെ സൈനികമായിട്ട് പൂർണ്ണമായിട്ടും ദുർബലപ്പെടുത്തുക എന്നത്. ഏതാണ്ട് ഇത്രയും ദിവസങ്ങൾ നടന്ന യുദ്ധത്തിലൂടെ അത് സാധിച്ചിട്ടില്ല എന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ വൈകിയാണെങ്കിലും അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം പുനരാരംഭിക്കുക എന്നത് ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള, ഒരുപക്ഷെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഭയാനകമായിരിക്കുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് US തന്നെ വിദഗ്ധരും മറ്റും ട്രംപ് ഭരണകൂടത്തിന് നൽകുന്നത്. കാരണം ഒരു കരയുദ്ധത്തിലേക്ക് പോവുക എന്നത് ഒരിക്കലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാകില്ല. കാരണം കാർഗദ്വീപ് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് സൈനിക സാന്നിധ്യം നിലനിർത്താനോ നിലവിലുള്ള ഒരു അവസ്ഥയിൽ അമേരിക്കക്ക് പ്രായോഗികമായിട്ടുള്ള ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ടാവും. നിരവധി സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് ഈ ഒക്ടോബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതം കൂടിയായിരിക്കും. അതുകൊണ്ടാണ് അമേരിക്ക ആഭ്യന്തര വിപണിയിലാവട്ടെ ഇന്ധനവില വലിയ തോതിൽ ഉയരുന്നതും അമേരിക്കൻ പ്രസിഡന്റിനെതിരായിട്ടുള്ള വികാരം അമേരിക്കയിൽ ഉടനീളം രൂപപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള യുദ്ധവിരുദ്ധ മൂവ്മെന്റുകളും ലോകത്തുടനീളം ശക്തിപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ നാറ്റോ രാജ്യങ്ങളും GCC രാജ്യങ്ങളും ഒക്കെ ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും ഹോർമസ് തുറന്നു കിട്ടണമെന്ന ഒരൊറ്റ ആവശ്യമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് മുമ്പാകെ ഉന്നയിക്കുന്നത്. അതൊക്കെയും അവഗണിച്ചുകൊണ്ട് പിന്നെ ഈ ഒരു ആണവ വിഷയത്തിൽ മാത്രം ഊന്നി എത്ര കാലം ട്രംപിന് മുന്നോട്ട് പോകാൻ സാധിക്കും? അതല്ല, ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചതാണ് നാവിക ഉപരോധം പിൻവലിക്കുകയും ഹോർമസ് തുറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. അവിടെ ചുങ്കം പിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇറാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ പോലും നൽകുന്ന സൂചന. അങ്ങനെ വരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും മികച്ച ഓപ്ഷൻ. പക്ഷേ തന്റെ ആത്മാഭിമാനം അല്ലെങ്കിൽ തന്റെ ഒരു മാന്യമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അത് തനിക്ക് ഏൽപ്പിക്കുന്ന തിരിച്ചടികളാണ് ട്രംപിനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അനീഷ, ഏതായാലും പ്രതിസന്ധി ഇപ്പോഴും നീങ്ങിയിട്ടില്ല. ചർച്ചകൾ ഒരു തരത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഹോർമസ് കടലിടുക്കിനെ രാഷ്ട്രീയ വിലപേശലിന് ഉപയോഗിക്കരുതെന്ന് ഖത്തർ. സ്വതന്ത്രമായ കപ്പൽ സഞ്ചാരം അവകാശമാണെന്നും മേഖലയിലെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടി ആവശ്യമാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. മധ്യസ്ഥ രാഷ്ട്രം എന്ന നിലയിൽ പാകിസ്ഥാൻ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. Someone reporting to one of the parties come out and blame the mediator, make accusations against the mediator and so on. We have seen that a lot before. പശ്ചിമേഷ്യയിലെ സംഘർഷം അനിശ്ചിതമായി നീണ്ടുപോകാൻ ഖത്തർ ആഗ്രഹിക്കുന്നില്ലെന്ന് ദോഹയിലെ അമീരി ദിവാൻ അനക്സിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി പറഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമഗ്രമായ പദ്ധതികൾക്ക് ഖത്തർ അനുകൂലമാണ്. അത് ഇറാൻ അടക്കം മേഖലയിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയുള്ളതാകണം. സമാധാനവും സുസ്ഥിരതയും തിരിച്ചു കൊണ്ടുവരികയാണ് പരമപ്രധാനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണ്. ഇസ്ലാമാബാദ് സംഭാഷണങ്ങളിൽ തങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുമായും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. നിലവിൽ രാജ്യത്തിന്റെ സുരക്ഷ സംരക്ഷിക്കുന്നതിനാണ് ഖത്തർ പ്രഥമ പരിഗണന നൽകുന്നത്. നയതന്ത്ര സംഭാഷണം മാത്രമാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏക പോംവഴിയെന്നും മാജിദ് അൽ അൻസാരി പറഞ്ഞു. ഒരു മധ്യസ്ഥ രാഷ്ട്രമെന്നുള്ള നിലക്ക് US-നും ഇറാനുമിടയിൽ പാകിസ്ഥാൻ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട കൂടിയാലോചന വൃത്തം അത് വികസിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി വ്യക്തമാക്കുന്നത്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. രാജ്യസുരക്ഷയ്ക്ക് വിരുദ്ധമായി ഇറാന് അനുകൂലമായി പ്രവർത്തിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് 69 പേരുടെ പൗരത്വം ബഹ്റൈൻ സർക്കാർ റദ്ദാക്കി. ഇറാന്റെ നീക്കങ്ങളെ മഹത്വവൽക്കരിക്കൽ, വിദേശ ശക്തികളുമായുള്ള ബന്ധം എന്നീ കാരണങ്ങളിലാണ് പൗരത്വം റദ്ദാക്കിയത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുമായി ചേർന്ന് ബഹ്റൈനിൽ ചാരവൃത്തി നടത്തിയ കേസിൽ 5 പ്രതികൾക്ക് ബഹ്റൈൻ ഹൈ ക്രിമിനൽ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ബഹ്റൈനിലെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളുടെ ചിത്രങ്ങൾ പകർത്തുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. രാജ്യസുരക്ഷയ്ക്ക് വിരുദ്ധമായി ഇറാനു വേണ്ടി പ്രവർത്തിച്ച 69 പേരുടെ ബഹ്റൈൻ പൗരത്വം റദ്ദാക്കി.
വിസ കാലാവധി അവസാനിച്ചിട്ടും രാജ്യത്ത് തുടരുന്നവർക്കുള്ള മുന്നറിയിപ്പ് ആവർത്തിച്ച് സൗദി അറേബ്യ. നിയമം ലംഘിക്കുന്നവർക്ക് 50,000 റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും നാടുകടത്തലും ശിക്ഷയായി ലഭിക്കും. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് മുന്നറിയിപ്പ്. ഉംറ, ടൂറിസ്റ്റ് വിസിറ്റ് തുടങ്ങിയ വിസയിലുള്ളവർ ഈ മാസം 18-ന് മുൻപായി രാജ്യം വിടണമെന്നായിരുന്നു നിർദ്ദേശം. കാലാവധി കഴിഞ്ഞിട്ടും സൗദിയിൽ തുടരുന്നവർക്കെതിരെയാണ് മുന്നറിയിപ്പ്. നിയമം ലംഘിക്കുന്നവർക്ക് 50,000 റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും നാടുകടത്തലും ശിക്ഷയായി ലഭിക്കും. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് മുന്നറിയിപ്പ്. രാജ്യത്ത് ഹജ്ജ് സീസൺ ആരംഭിച്ചതിന് പിന്നാലെയാണ് പരിശോധനകൾ വീണ്ടും കടുപ്പിച്ചത്. മക്ക, മദീന, റിയാദ്, കിഴക്കൻ പ്രവിശ്യ തുടങ്ങിയ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചാണിപ്പോൾ പരിശോധന ശക്തമാക്കിയത്. നിയമം ലംഘിച്ചവരെ ശ്രദ്ധയിൽപ്പെടുന്നവർക്ക് മന്ത്രാലയത്തെ അറിയിക്കാനായി പ്രത്യേക കോൾ സെന്റർ സൗകര്യവും സംവിധാനിച്ചിട്ടുണ്ട്. മലയാളി കുടുംബങ്ങളടക്കം നിരവധി പേരാണിപ്പോഴും തിരിച്ചുപോകാൻ കഴിയാതെ രാജ്യത്ത് തുടരുന്നത്. വിമാന സർവീസുകൾ കൃത്യമല്ലാത്തതും ഉയർന്ന നിരക്കുമാണ് പ്രധാന കാരണം. രാജ്യത്ത് കുടുങ്ങിയ ഇത്തരക്കാരെ നാട്ടിലേക്ക് അയക്കാൻ പ്രവാസി സംഘടനകളും ശ്രമം തുടരുകയാണ്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കേരളത്തിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും വീണ്ടും വാർത്തയാകുമ്പോൾ ദുബായ് നഗരത്തിൽ വൈദ്യുതി മുടങ്ങിയതിന്റെ കണക്കുകൾ പുറത്തുവരികയാണ്. കഴിഞ്ഞ വർഷം വെറും 49 സെക്കൻഡാണ് ദുബായിൽ വൈദ്യുതി മുടങ്ങിയത്. ഇക്കാര്യത്തിൽ സ്വന്തം പേരിലുള്ള ലോക റെക്കോർഡ് തിരുത്തുകയാണ് ദുബായ് നഗരം. ലോകത്ത് ഏറ്റവും കുറവ് സമയം വൈദ്യുതി മുടങ്ങുന്ന നഗരമാണ് ദുബായ്. ഇക്കാര്യത്തിൽ സ്വന്തം പേരിലുള്ള റെക്കോർഡ് ദുബായ് മെച്ചപ്പെടുത്തി. പോയ വർഷം ശരാശരി 49 സെക്കൻഡാണ് ദുബൈയിൽ വൈദ്യുതി വിതരണം മുടങ്ങിയതെന്ന് കണക്കുകൾ പറയുന്നു. ഉപഭോക്താക്കൾക്ക് ഇതുമൂലം 0.82 മിനിറ്റ് വൈദ്യുതി നഷ്ടം നേരിട്ടുവെന്ന് ദവാ CEO സയ്യിദ് മുഹമ്മദ് അൽ തായർ പറയുന്നു. നേരത്തെ ഇത് 0.94 മിനിറ്റ് ആയിരുന്നു. വൈദ്യുതി മുടങ്ങുന്ന സമയത്തിൽ 13% വീണ്ടും കുറവ് വരുത്തിയാണ് ദുബായ് സ്വന്തം പേരിലുള്ള റെക്കോർഡ് തിരുത്തിക്കുറിച്ചത്. മീഡിയ 1, ദുബായ്. സൗദിയിലെ പ്രവാസി തൊഴിലാളികളുടെ ശരാശരി മാസവരുമാനം 4,000 റിയാലും സ്വദേശികളുടേത് 11,000 റിയാലും എന്ന റിപ്പോർട്ട്. രാജ്യത്തെ വിദേശികളിൽ ഭൂരിഭാഗവും 25-നും 29-നും ഇടയിൽ പ്രായമുള്ളവരാണ്. 1.9 കോടി പേർ തൊഴിലെടുക്കുന്ന സൗദിയിൽ 78% വിദേശ തൊഴിലാളികളാണ്. ഗസാറ്റിൻ്റെതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ വർഷം തുടക്കത്തിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. രാജ്യത്ത് 1,90,00,000 പേർ ജോലിയെടുക്കുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇവരിൽ 1,48,00,000 പേർ മൊത്തം തൊഴിലാളികളുടെ 78% വിദേശികളും ബാക്കി 22% വരുന്ന 42 ലക്ഷം സ്വദേശികളുമാണ് തൊഴിൽ വിപണിയെ സജീവമാക്കുന്നത്. പ്രവാസി തൊഴിലാളികളിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. 25-നും 29-നും ഇടയിൽ പ്രായമുള്ളവർ 21 ലക്ഷം വരും. റിയാദിലാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ ജോലിയെടുക്കുന്നത്, 53.6 ലക്ഷം പേർ. ഗാർഹിക ജീവനക്കാർക്ക് പുറമെയാണ് ഇത്. രാജ്യത്തെ പ്രവാസി തൊഴിലാളിക്ക് ശരാശരി പ്രതിമാസ വേതനമായി 4,131 റിയാലും സ്വദേശി ജീവനക്കാരന് 11,103 റിയാലും ശമ്പളമായി ലഭിക്കുന്നതായും അതോറിറ്റിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. അടുത്ത വർഷം മുതൽ പുതിയ ഡോക്ടർമാർക്കായി ലൈസൻസിംഗ് പരീക്ഷ നിർബന്ധമാക്കാൻ കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം. 2027 ജനുവരി 1 മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരിക. ഇതോടെ പുതുതായി ബിരുദം നേടിയ ഡോക്ടർമാർ നിയമനത്തിന് മുമ്പ് പരീക്ഷയിൽ വിജയിക്കണം. മെഡിസിനും ദന്തചികിത്സയ്ക്കുമായി പ്രത്യേക ലൈസൻസിംഗ് പരീക്ഷകൾ നടത്തും. പരീക്ഷകൾക്ക് മേൽനോട്ടം വഹിക്കാൻ പ്രത്യേക പരീക്ഷാ ബോർഡ് രൂപീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുകയാണ് നടപടിയുടെ ലക്ഷ്യം. വിമാനം വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നത് വിമാന കമ്പനികളുടെ പിഴവ് മൂലമല്ലെങ്കിൽ കമ്പനികൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതില്ലെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. വിമാനം റദ്ദാക്കുകയോ ദീർഘനേരം വൈകുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ യാത്ര തുടരാൻ താൽപ്പര്യമില്ലാത്തവർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായും തിരികെ നൽകാൻ വിമാന കമ്പനികൾ ബാധ്യസ്ഥരാണ്. അസാധാരണ സാഹചര്യം മൂലം വിമാനം വൈകുകയോ റദ്ദാക്കുകയോ ചെയ്താൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാവില്ലെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പറയുന്നു. കനത്ത മഴ, പ്രകൃതിക്ഷോഭങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത, സുരക്ഷാ ഭീഷണികൾ എന്നിങ്ങനെ വിമാന കമ്പനികളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാരണങ്ങളാൽ വിമാനം വൈകുകയോ റദ്ദാക്കുകയോ ചെയ്താൽ യാത്രക്കാർക്ക് പ്രത്യേക സാമ്പത്തിക നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാവില്ല. വിമാനം റദ്ദാക്കുകയോ ദീർഘനേരം വൈകുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ യാത്ര തുടരാൻ താൽപ്പര്യമില്ലാത്തവർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായും തിരികെ നൽകാൻ വിമാന കമ്പനികൾ ബാധ്യസ്ഥരാണ്. പണമായോ ബാങ്ക് ട്രാൻസ്ഫറായോ അല്ലെങ്കിൽ ട്രാവൽ വൗച്ചറുകളായോ ഈ തുക നൽകണം.
വിമാനം റദ്ദാക്കപ്പെട്ടാൽ യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള സൗകര്യം കമ്പനികൾ ഉറപ്പാക്കണം. വിമാനം വൈകുന്ന സമയങ്ങളിൽ യാത്രക്കാർക്ക് ഭക്ഷണം, ലഘുഭക്ഷണം, വാർത്താവിനിമയ സൗകര്യങ്ങൾ എന്നിവ നൽകണം. താമസം ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ ഹോട്ടൽ സൗകര്യവും വിമാനത്താവളത്തിൽ നിന്നുള്ള ഗതാഗതവും വിമാന കമ്പനി സൗജന്യമായി നൽകേണ്ടതുണ്ട്. സാങ്കേതിക കാരണങ്ങളാലോ മറ്റ് സാധാരണ കാരണങ്ങളാലോ വിമാനം റദ്ദാക്കുകയാണെങ്കിൽ യാത്രക്കാരെ അറിയിക്കണം. അല്ലാത്തപക്ഷം യാത്രക്കാർക്ക് നിശ്ചിത തുക നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകും. മീഡിയ 1 മസ്കത്ത്. ഖത്തറിൽ നിന്ന് കേരളത്തിലേക്ക് പ്രതിദിന വിമാന സർവീസ് പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. മെയ് 1 മുതൽ കോഴിക്കോട് ദോഹ റൂട്ടിലാണ് സർവീസ് പുനരാരംഭിക്കുന്നത്. ഡൽഹിയിലേക്ക് എയർ ഇന്ത്യയും സർവീസ് പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് റദ്ദാക്കിയ യാത്രാ സേവനങ്ങളാണ് പഴയപടിയാകുന്നത്. പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാണ് തീരുമാനം. ഖത്തറിൽ നിന്ന് അടുത്ത മാസം ആദ്യം മുതൽ എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾ സർവീസ് ആരംഭിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഖത്തർ എയർവേസും സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ നമ്മോട് പങ്കുവെക്കാൻ വേണ്ടി ഖത്തറിലെ പ്രധാനപ്പെട്ട ട്രാവൽ എക്സ്പെർട്ട് കൂടിയായിട്ടുള്ള ഫിറോസ് നാട്ടു നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എന്താണ് നിലവിലുള്ള സർവീസുകളുടെ ഒരു എയർ ഇന്ത്യ അടക്കമുള്ള കമ്പനികൾ പ്രഖ്യാപിക്കുന്ന സർവീസുകൾ എങ്ങനെയാണ്? മെയ് ആദ്യത്തോടു കൂടിയിട്ട് നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് കാലിക്കറ്റിലേക്ക് ഡെയിലി ഫ്ലൈറ്റ് തുടങ്ങുന്നു. ഉച്ചയ്ക്കാണ് 1:20 പോകുന്ന ഫ്ലൈറ്റ്. അതേപോലെ തന്നെ ഡൽഹിയിലേക്കും അങ്ങനെ 2 ഫ്ലൈറ്റ് ഡെയിലി ഇപ്പം അനൗൺസ് ചെയ്തു ഒഫീഷ്യലി ആയിട്ട്. പിന്നെ അതിന് പുറമെ ഇനി ഇൻഡിഗോയും 1-ാം തീയതിയോട് കൂടി തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നുണ്ട്. അത് വരുമ്പോൾ നമുക്ക് കൊച്ചിയിലേക്ക് ഒരു അഡീഷണൽ ഫ്ലൈറ്റും കൂടി വരുന്നു. കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ എല്ലാ എയർപോർട്ടിലേക്കും വിമാനങ്ങളായി, ഒന്നിലധികം വിമാനങ്ങളായി. അപ്പോൾ പ്രൈസും സ്വാഭാവികമായിട്ടും കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഓൾറെഡി നമ്മൾ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് ഓൾറെഡി ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു ദുരിതാശ്വാസ കോറിഡോർ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡെയിലി ഫ്ലൈറ്റ് കോഴിക്കോട്ടേക്ക് കൂടി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതെ, കോഴിക്കോട്ടേക്ക് ഖത്തർ എയർവേസും കൂടി വരികയാണ്. അപ്പോൾ അതേ പറഞ്ഞു 2 ഫ്ലൈറ്റ് നമുക്ക് കോഴിക്കോട്ടേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ കുറച്ചും കൂടി പ്രൈസ് എല്ലാം കുറച്ചും കൂടി കുറയാനുള്ള സാധ്യത ഉണ്ട്. എന്നാലും അതാണ് ഈ പ്രവാസികളെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിമാനങ്ങളില്ലാത്തതുകൊണ്ട് വലിയ ടിക്കറ്റ് നിരക്കാണ് ഉള്ളത്. അതിൽ നമ്മൾ എത്രമാത്രം കുറവ് പ്രതീക്ഷിക്കാൻ പറ്റും? നമ്മൾ പഴയ പോലെ ഒരു കുറവ് നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം നമുക്ക് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഇൻഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിട്ടുള്ള ഇപ്പം എയർ അറേബ്യ നമുക്ക് ഫ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒമാൻ എയർവേസ്, ഗൾഫ് എയർ, ഇതെല്ലാം കൂടി വരുമ്പോൾ ഗൾഫ് എയറൊക്കെ അടുത്ത മാസം മുതൽ വരാനിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും കുറച്ചും കൂടി പ്രൈസ് കുറയും നമ്മുടെ. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ ഓപ്പറേഷൻ വളരെ പഴയ പോലെ അല്ലല്ലോ. എല്ലാം കൂടി എക്സ്പെൻസായി, ഇൻഷുറൻസ് കൂടി, ഫ്യൂവൽ കോസ്റ്റ് കൂടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പഴയത് കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള ഈ വലിയ തുകയിൽ നിന്ന് നമുക്ക് വലിയ ആശ്വാസം ഉണ്ടാകും. അതൊരു പ്രധാനപ്പെട്ട സംഗതി. യുദ്ധം മൂലം സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മൊത്തത്തിലുള്ള വില കൂടുതലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ട്രാവലിന് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം, എനിക്ക് തോന്നുന്നു ഒരു 20-25% ഇപ്പം യൂറോപ്പിലൊക്കെ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പം അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് മാറും. കാരണം യാത്രയെ കുറച്ചും കൂടി ബുദ്ധിമുട്ടാക്കും. പക്ഷേ ഗവൺമെൻറ്റുകൾ അതിനു വേണ്ട, അത് തടയാൻ വേണ്ടി എല്ലാവിധ സബ്സിഡികളും എല്ലാം അനുവദിക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യൻ ഏവിയേഷനും അത് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് പഴയ പോലെ കൊണ്ടുവരാൻ പറ്റും. ഏതായാലും യുദ്ധം മൂലമുണ്ടായ ഒരു സാഹചര്യമുണ്ട്, ഒരു സ്വാഭാവിക സാഹചര്യമുണ്ട്. അതിലപ്പുറത്തേക്ക് കൂടുതൽ വിമാനങ്ങൾ എത്തുന്നതോടുകൂടെ ഇപ്പോഴുള്ള വർദ്ധിച്ച ടിക്കറ്റ് നിരക്കുകൾ കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ദോഹയിൽ നിന്ന് അഷഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. ഒമാനിൽ വേനൽക്കാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചൂട് അതിവേഗം വർദ്ധിക്കുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സുൽത്താനേറ്റിലെ മിക്ക ഗവർണറേറ്റുകളിലും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില. കനത്ത ചൂടാണ് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒമാനിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് സുഹാറിലാണ്. 43.4 ഡിഗ്രി സെൽഷ്യസാണ് സുഹാറിലെ താപനില. ഖുറിയാത്ത് 43.3, ഫഹൂദ് 43.2, ഷിനാസ്, മുദൈബി എന്നിവിടങ്ങളിൽ 42 ഡിഗ്രിയുമാണ് ചൂട്. വടക്കൻ ഗവർണറേറ്റുകളിലും ഉൾനാടൻ മരുഭൂമി പ്രദേശങ്ങളിലും വരും ദിവസങ്ങളിൽ 47 ഡിഗ്രി വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മസ്കത്ത് ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ അന്തരീക്ഷ ഈർപ്പം കൂടുതലായതിനാൽ അനുഭവപ്പെടുന്ന ചൂട് വളരെ കൂടുതലാണ്. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മണൽക്കാറ്റിനും സാധ്യതയുള്ളതായി അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉച്ചസമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. തൊഴിലാളികളുടെ സുരക്ഷ മുൻനിർത്തി ഉച്ചവിശ്രമ നിയമം വരും ദിവസങ്ങളിൽ പ്രാബല്യത്തിൽ വരും. മീഡിയ 1 മസ്കത്ത്.
വ്യാജ സർക്കാർ വെബ്സൈറ്റുകളെക്കുറിച്ച് കുവൈത്ത് സെൻട്രൽ ബാങ്ക് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. സോഷ്യൽ മീഡിയ വഴി സർക്കാർ സ്ഥാപനങ്ങളെ അനുകരിക്കുന്ന തട്ടിപ്പ് അക്കൗണ്ടുകൾ സജീവമാണെന്ന് അധികൃതർ അറിയിച്ചു. വ്യാജ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതും വിവരങ്ങൾ പങ്കിടുന്നതും ഒഴിവാക്കണമെന്ന് ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകി. ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റുകളും സ്ഥിരീകരിച്ച അക്കൗണ്ടുകളും മാത്രം ഉപയോഗിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സൗദിയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി തടസ്സമില്ലാതെ ഹജ്ജ് ചെയ്യാൻ അവസരമൊരുക്കി സൗദി അറേബ്യ. ഹജ്ജ് ചെയ്യാനായി 15 ദിവസം വരെ ശമ്പളത്തോടുകൂടിയ അവധി നൽകാനാണ് നിർദ്ദേശം. സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. സൗദിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിനായുള്ള അവധി സംബന്ധിച്ച നിബന്ധനകളും വ്യവസ്ഥകളുമാണ് പുറത്തിറക്കിയത്. സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. പുതുക്കിയ വ്യവസ്ഥകൾ ഇപ്രകാരമാണ്. തൊഴിലാളിക്ക് 10 മുതൽ 15 ദിവസം വരെ അവധിക്ക് അർഹതയുണ്ട്. ശമ്പളത്തോടു കൂടിയായിരിക്കും അവധി. ഈ കാലയളവിൽ ബലിപെരുന്നാൾ അവധിയും ഉൾപ്പെടും. അവധി ലഭിക്കുന്നതിന് തൊഴിലാളി നിലവിലെ തൊഴിലുടമയുടെ കീഴിൽ തുടർച്ചയായി 2 വർഷം സേവനം പൂർത്തിയാക്കിയിരിക്കണം. തൊഴിലാളിക്ക് ഒരിക്കൽ മാത്രമാണ് ആനുകൂല്യം ലഭ്യമാവുക. മുൻപ് ഹജ്ജ് നിർവഹിക്കാത്തവർക്കായിരിക്കും അവസരം തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ. സുഗമമായ ഹജ്ജ് നിർവഹണത്തിനായി നിരവധി സംവിധാനങ്ങളാണ് രാജ്യത്ത് നടപ്പാക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് തീർത്ഥാടകർ സൗദിയിലേക്ക് എത്തുന്നത് തുടരുകയാണ്. മക്കയടക്കമുള്ള പ്രദേശങ്ങളിൽ അനുമതിയില്ലാതെ പ്രവേശിക്കുന്നത് വിലക്കിയിട്ടുമുണ്ട്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മക്കയിൽ ഇന്ത്യൻ ഹാജിമാർക്ക് വിപുലമായ സൗകര്യങ്ങളൊരുക്കി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. ഇത്തവണ ഭൂരിഭാഗം ഹാജിമാർക്കും ഹോട്ടൽ സമാനമായ സൗകര്യങ്ങളാണ് മക്കയിലും മദീനയിലുമുള്ളത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ സംഘം ഹാജിമാർ വ്യാഴാഴ്ച രാത്രി ജിദ്ദ വഴിയെത്തും. മക്കയിൽ നിന്ന് സാബിത് സലീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1,22,518 ഹാജിമാരാണ് ഹജ്ജ് കമ്മിറ്റി കീഴിൽ ഇത്തവണ എത്തുന്നത്. അവർക്ക് മക്കയിൽ വിപുലമായ സൗകര്യങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ കാണാം. മക്കയിലെ ഹാജിമാരുടെ താമസ സൗകര്യമാണിത്. ഭൂരിഭാഗം ഹാജിമാർക്കും ഹോട്ടൽ സൗകര്യങ്ങളോടെയാണ് താമസം. ഇവിടെയാണ് 1 മാസത്തോളം തീർത്ഥാടകർ തങ്ങുക. 3 മുതൽ 7 പേർക്ക് വരെ താമസിക്കാവുന്ന റൂമുകളാണുള്ളത്. വളരെ നല്ല സൗകര്യങ്ങളാണ് ഓരോ ഈ ബിൽഡിങ്ങിൽ. ഇപ്പോൾ ഞങ്ങൾ സന്ദർശിച്ച ഈ ബിൽഡിങ്ങിൽ ഓരോ റൂമിലും ഒരുക്കിയിട്ടുള്ളത്. ഓരോ റൂമിലും അവർക്ക് വാഷിങ്ങിനുള്ള വാഷിംഗ് മെഷീൻ ഉണ്ട്, വാട്ടർ ഡിസ്പെൻസർ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കുക്കിങ്ങിനുള്ള സംവിധാനം ഇല്ല എന്നതൊഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഓരോ റൂമുകളിലും ഒരുക്കിയിട്ടുണ്ട്. അവർക്കുള്ള ബ്ലാങ്കറ്റ്, തലയണ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മക്കയുടെ 13 വ്യത്യസ്ത ഭാഗങ്ങളിലാണ് ഇന്ത്യൻ ഹാജിമാരുടെ താമസ കേന്ദ്രങ്ങൾ. മലയാളി ഹാജിമാരിൽ ഭൂരിഭാഗവും താമസിക്കുന്നത് ഹറമിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ അൽ നസീം ഡിസ്ട്രിക്റ്റിലാണ്. അസീസിയ, ഹൻസ, കുദായ് തുടങ്ങി മറ്റു 5 ഇടങ്ങളിൽ കൂടി മലയാളി തീർത്ഥാടകർക്ക് താമസമുണ്ട്. ആൺതുണയില്ലാതെ എത്തുന്ന വിത്തൗട്ട് മഹ്റം ഹാജിമാർക്ക് സൗകര്യങ്ങളെല്ലാം പ്രത്യേകമാണ്. താമസ കെട്ടിടങ്ങൾ, ആശുപത്രി, ബസ് തുടങ്ങി എല്ലാം സ്ത്രീകൾക്ക് മാത്രമായുണ്ട്. We will provide them with the options and we will facilitate them. We will make them know that these are the restaurants available near your accommodation or these are the catering facilities available near your accommodation. But the option will be on the pilgrims what they want to choose. ഇത്തവണ ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യം മക്കയിലും മദീനയിലുമില്ല. ഹജ്ജ് മിഷന് കീഴിൽ പരിസരത്തുള്ള ഹോട്ടലുകളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കും. കാറ്ററിംഗ് സർവീസ് കമ്പനികളെ ബന്ധിപ്പിച്ചും ഭക്ഷണം ലഭ്യമാക്കാനാണ് പദ്ധതി. ഹാജിമാർക്ക് അനുകൂലമായ കാലാവസ്ഥ കൂടിയാവും ഇത്തവണ എന്നത് ഏറെ ആശ്വാസമാണ്. മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1. ഷാർജയിൽ ഇലക്ട്രോണിക് സിഗരറ്റിൽ മയക്കുമരുന്ന് നിറച്ച വിൽപ്പന നടത്തിയിരുന്ന യുവാവ് അറസ്റ്റിൽ. താമസ സ്ഥലം ഇതിനായുള്ള ഫാക്ടറിയാക്കിയാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഏഷ്യൻ രാജ്യത്ത് നിന്നുള്ള പ്രവാസിയാണ് കേസിൽ അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് ഈ സിഗരറ്റുകളുടെ വൻ ശേഖരവും പാക്കിംഗ് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. വലിയ അളവിൽ പുകയില ഉൽപ്പന്നങ്ങളും ഈ സിഗരറ്റുകളും വീട്ടിൽ സൂക്ഷിക്കുന്നു എന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ ഇയാൾ അധികൃതരുടെ നിരീക്ഷണത്തിലായിരുന്നു. യുഎഇയിലെ റാസൽ ഖൈമയിൽ ഊബർ ടാക്സികൾ സർവീസ് ആരംഭിച്ചു. ഊബർ ആപ്പ് വഴി റാസൽ ഖൈമയിൽ ടാക്സികളും ലിമോസിൻ വാഹനങ്ങളും ഉപഭോക്താക്കൾക്ക് ബുക്ക് ചെയ്യാം. റാസൽ ഖൈമയിൽ ഇനി 24 മണിക്കൂറും ഊബർ ടാക്സികളും ലിമോസിനുകളും ലഭ്യമായിരിക്കും. ഇത് സംബന്ധിച്ച് റാസൽ ഖൈമ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ഊബറും സഹകരണ കരാർ ഒപ്പുവെച്ചു. റാക്ട ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ ഇസ്മായിൽ ഹസൻ അൽ ബലൂഷിയും ഊബർ യുഎഇ ജനറൽ മാനേജർ താലൻ സൗലിയുമാണ് കരാറിൽ ഒപ്പിട്ടത്. ഊബർ ആപ്പിലൂടെ വാഹനം ബുക്ക് ചെയ്യാനും ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്താനും സൗകര്യമുണ്ടാകും.
റാസൽ ഖൈമ നിവാസികൾക്കും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് റാക്റ്റ ഊബറുമായി കൈകോർക്കുന്നത്. മീഡിയ 1 റാസൽ ഖൈമ. 2025 കുവൈത്ത് 1.54 ബില്യൺ ദിനാർ മൂല്യമുള്ള യാത്രാ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തു. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് വിവരം. യാത്രാ വാഹന ഇറക്കുമതിയിൽ 15.9% വർധന രേഖപ്പെടുത്തി. സ്വർണ്ണ ഇറക്കുമതിയിലും മെഡിക്കൽ ഉൽപ്പന്നങ്ങളിലും ഗണ്യമായ ഉയർച്ചയുണ്ടായി. ഇരുമ്പ് പൈപ്പുകൾ ഉൾപ്പെടെയുള്ള എണ്ണ മേഖലാനുബന്ധ ഇറക്കുമതികളും വർദ്ധിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം മൊബൈൽ ഫോണുകളും യന്ത്ര സാമഗ്രികളും ഇറക്കുമതിയിൽ ഇടിവ് രേഖപ്പെടുത്തി. വിപണിയിലെ ആവശ്യകതയിലെ മാറ്റങ്ങളാണ് ഈ പ്രവണതയ്ക്ക് കാരണമെന്ന് വിലയിരുത്തുന്നു. ഒമാന്റെ വ്യാവസായിക മുന്നേറ്റത്തിന് കരുത്തു പകരാൻ മലയാളി കമ്പനിയും ഒമാനിലെ പ്രമുഖ സ്ഥാപനമായ അൽഫിദാൻ സെറാമിക്സ് ഖസാൻ എക്കണോമിക് സിറ്റിയിൽ യൂണിറ്റ് സ്ഥാപിക്കാനായി സുപ്രധാന കരാർ ഒപ്പിട്ടു. 6 ബില്യൺ റിയാൽ നിക്ഷേപത്തിലാണ് പദ്ധതി ഒരുങ്ങുന്നത്. ഒമാൻ വിഷൻ 2040 ഭാഗമായ വ്യവസായ വൈവിധ്യവൽക്കരണത്തിലെ സുപ്രധാന നിക്ഷേപ കരാറുകളിൽ ഒന്നിലാണ് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള അൽഫിദാൻ സെറാമിക്സ് ഒപ്പുവെച്ചത്. മസ്കത്തിലെ ഗാലയിൽ നടന്ന ചടങ്ങിൽ കമ്പനിയുടെ ചെയർമാൻ നജീബ് സിപിയുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ മുഹമ്മദ് ഷബീൽ അബ്ദുൾ റസാഖ്, ഖസൈൻ എക്കണോമിക് സിറ്റി CEO സാലിം ബിൻ സുലൈമാൻ അൽ തുഹലി എന്നിവർ കരാർ ഒപ്പിട്ടു. ചടങ്ങിൽ ഖെയ്സ് ബിൻ മുഹമ്മദ് ബിൻ മൂസ അൽ യൂസഫ് അധ്യക്ഷത വഹിച്ചു. ഒമാൻ ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രി സെയ്ദ് ബിൻ ഹമൂദ് ബിൻ സെയ്ദ് അൽ മവാലി മുഖ്യാതിഥിയായിരുന്നു. മലയാളി നിക്ഷേപകർ ഒമാൻ സർക്കാർ ഒരുക്കിയിരിക്കുന്ന വിവിധ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അൽഫിദാൻ സെറാമിക്സ് ചെയർമാൻ നജീബ് സിപി പറഞ്ഞു. വേഗത്തിൽ വളർന്നു വരുന്ന സാമ്പത്തിക വ്യവസ്ഥ, ശക്തമായ ഇൻഫ്രാസ്ട്രക്ചർ വികസനം, നിക്ഷേപ സൗഹൃദ നയങ്ങൾ എന്നിവ കൊണ്ട് ഒമാൻ അന്താരാഷ്ട്ര നിക്ഷേപകരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒമാനിലെ സാമ്പത്തിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് ദുഃഖം, സലാല, ഖസൈൻ എന്നിവിടങ്ങളിലെ സാമ്പത്തിക മേഖലകളിലായി 200 മില്യൺ റിയാലധികം മൂല്യമുള്ള പദ്ധതികളിലായി വിവിധ കമ്പനികൾ ചടങ്ങിൽ കരാർ ഒപ്പിട്ടിരുന്നു. ഉന്നത നിലവാരമുള്ള നിക്ഷേപങ്ങളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിൽ ഒമാൻ കൈവരിച്ച വലിയ മുന്നേറ്റമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. പ്രാദേശികമായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഇറക്കുമതി കുറക്കുക, ഒമാനി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിലെ മെഹബൂലയിൽ പ്രമുഖ ആരോഗ്യ സേവന ദാതാക്കളായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ പുതിയ ശാഖ സൂപ്പർ മെഡിക്കൽ കെയർ ആരംഭിക്കുന്നു. മെയ് 1 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന കേന്ദ്രം ആധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കും. ഉദ്ഘാടന ഓഫറായി മെയ് മാസത്തിൽ ഡോക്ടർ കൺസൾട്ടേഷൻ ഫീസ് 1 ദിനാർ മാത്രമായിരിക്കും. ജൂൺ മുതൽ ജൂലൈ 4 വരെ ഇത് 2 ദിനാറായി നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ ചികിത്സാ സേവനങ്ങൾക്കും 25% ഇളവും ഫാർമസി, ഒപ്റ്റിക്കൽ സേവനങ്ങൾക്കും പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചു. പ്രവാസികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ആരോഗ്യ സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. ഇറാൻ ആക്രമണങ്ങളെ തുടർന്ന് ബഹ്റൈനിൽ തകർക്കപ്പെടുകയും കേടുപാടുകൾ പറ്റുകയും ചെയ്ത വീടുകളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയായി. 71 വീടുകളുടെ പുനർനിർമ്മാണമാണ് പൂർത്തിയായത്. ഇറാൻ ആക്രമണങ്ങളിൽ തകർന്ന വീടുകളുടെ ആദ്യഘട്ട പുനർനിർമ്മാണമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ തകർന്നുപോയ വീടുകളും സാരമായ കേടുപാടുകൾ സംഭവിച്ച സ്വദേശി ഭവനങ്ങളും ദ്രുതഗതിയിലാണ് ബഹ്റൈൻ സർക്കാർ നവീകരിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തത്. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നിർദ്ദേശവും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ ഉത്തരവും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗം പകർന്നു. ഇദ് ഹൗസിംഗ് സിറ്റിയിൽ 30 യൂണിറ്റുകൾ, സിത്രയിൽ 19 വീടുകൾ, മറ്റു പ്രദേശങ്ങളിലായി 22 വീടുകൾ എന്നിങ്ങനെ ആകെ 71 വീടുകളുടെ പുനർനിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയായത്. സിത്രയിലെയും ഹിദ്ദിലെയും പ്രദേശങ്ങളിൽ നേരിട്ട് സന്ദർശനം നടത്തി പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം ബിൻ ഹസൻ അൽ അവാജും പാർപ്പിട നഗരാസൂത്രണകാര്യമന്ത്രി ആമിന ബിൻ അഹമ്മദ് അൽ റുമൈഹിയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി. എല്ലാ ഗുണനിലവാര മാനദണ്ഡങ്ങളും പാലിച്ചാണ് വീടുകൾ വാസയോഗ്യമാക്കിയതെന്നും നാശനഷ്ടങ്ങൾ സംഭവിച്ച ബാക്കിയുള്ള വീടുകളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. വീടുകളുടെ പുനർനിർമ്മാണത്തോടൊപ്പം തന്നെ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കുള്ള നഷ്ടപരിഹാര നടപടികളും പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ദോഹ നജ്മയിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി ഖത്തർ സിവിൽ ഡിഫൻസ്. വൈകിട്ട് 5:30 നജ്മയിലെ ആളൊഴിഞ്ഞ സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ ആളപായമില്ലെന്നും അധികൃതർ അറിയിച്ചു. സിവിൽ ഡിഫൻസിൽ നിന്നുള്ള 1-ലേറെ യൂണിറ്റുകളെത്തിയാണ് തീയണച്ചത്. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് ഖത്തർ. UN സുരക്ഷാ കൗൺസിലിൽ ഖത്തർ സ്ഥിരം പ്രതിനിധി
ഷെയ്ഖ് ആലിയ അഹമ്മദ് ബിൻ സൈഫ് അൽഥാനിയാണ് രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷാ ഭീഷണി വർദ്ധിക്കുന്നത് ആഗോള സമാധാനത്തെയും സാമ്പത്തിക മേഖലയെയും ബാധിക്കുന്നുണ്ട്. 1982 UN സമുദ്ര നിയമ കൺവെൻഷൻ പ്രകാരം സഞ്ചാര സ്വാതന്ത്ര്യം അവകാശമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് 5, 7, 10, +2 ക്ലാസുകളിലേക്ക് ഗൾഫ് സെക്രട്ടറി മദ്രസകളിൽ നടത്തിയ ICF ബഹ്റൈൻ മജ്മ ഉദ്ദ അലീബിൽ ഖുറാൻ മദ്രസകളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം. പരീക്ഷ എഴുതിയ 132 വിദ്യാർത്ഥികളിൽ 49 പേർ ഡിസ്റ്റിങ്ഷൻ കരസ്ഥമാക്കി. ഹനാൻ ഫാത്തിമ, മുഹമ്മദ് ഷസിൽ, മുഹമ്മദ് ജാസിം, മുഹമ്മദ് യൂനുസ് എന്നീ വിദ്യാർത്ഥികൾ ടോപ്പർ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. ഒമാനിൽ സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് തടവിൽ കഴിഞ്ഞിരുന്ന 1519 പേർക്ക് മോചനം. ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫ കുർബ കാരുണ്യ പദ്ധതിയുടെ 13ാം പതിപ്പിലൂടെയാണ് മോചനം സാധ്യമാക്കിയത്. 2012 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ 9717 പേർക്കാണ് മോചനം സാധ്യമായത്. ബഹ്റൈനിൽ ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സൽമാനി ആശുപത്രിയിൽ സന്നദ്ധ സേവകരായ പ്രവർത്തകരടക്കമുള്ള നിരവധി പേർ രക്തം നൽകി. ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തകരും സംഘടനാ പ്രതിനിധികളും ക്യാമ്പ് സന്ദർശിച്ചു. പ്രസിഡന്റ് സുബൈർ എം, ജനറൽ സെക്രട്ടറി മുഹമ്മദ് മുഹിയുദ്ദീൻ, ജമാൽ ഇരിങ്ങൽ, ജലീലിൽ അബ്ദുള്ള തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സൗദി ജുബൈൽ മലയാളി സമാജത്തിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ബൈജു അഞ്ചലിനെയും ജനറൽ സെക്രട്ടറിയായി സന്തോഷ് ചക്കിങ്കലിനെയും ട്രഷററായി സുമോദ് മോഹനെയും തെരഞ്ഞെടുത്തു. വിവിധ വകുപ്പ് കോർഡിനേറ്റർമാരെയും നിശ്ചയിച്ചു. മുസാറയ്ക്കൽ, നാസറുദ്ദീൻ പുനലൂർ, തോമസ് മാത്യു മാമൂടാൻ എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. സൗദി ദമാം നവോദയ സാംസ്കാരിക വേദി സിനിമാ പ്രദർശനവും ചർച്ചയും സംഘടിപ്പിച്ചു. വെളിച്ചം വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഫെമിനിറ്റി ഫാത്തിമ സിനിമ പ്രദർശനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഓൺലൈൻ വഴി ചർച്ചയിൽ പങ്കെടുത്തു. ദമാമിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ, നവോദയ ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. രഞ്ജിത്ത് വടകര, നൌഫൽ വെളിയംകോട്, ടോണിയും ആന്റണി, ഷഹന എന്നിവർ നേതൃത്വം നൽകി. മീഡിയ സ്റ്റാർ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.